നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ. ഇലക്ഷൻ സ്റ്റണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നത് വിഷമം കൊണ്ടാണെന്നും മന്ത്രി. പാനൂർ നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്താൻ ഔദ്യോഗിക മിനിറ്റ്സ് തിരുത്തിയതായി പരാതി. നഗരസഭാ സെക്രട്ടറി KR മനോജ് കുമാറാണ് ക്ലർക്കായിരുന്ന EP അശോകനെതിരെ പരാതി നൽകിയത്. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തലശ്ശേരിയിൽ തുടക്കം. 3 ദിവസങ്ങളിലായി തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായാണ് നടക്കുന്നത്. വാർത്തകൾ വിശദമായി. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഇലക്ഷൻ സ്റ്റണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നത് വിഷമം കൊണ്ടാണെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ. പ്രതിപക്ഷ വിമർശനത്തിന് അടിസ്ഥാനമില്ല. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണെന്നും അത്തരം ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ച കാര്യങ്ങളെല്ലാം പൊതുവിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ജനങ്ങളുടെ മുമ്പിൽ 900 കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചു. ആ മാനിഫെസ്റ്റോയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കാര്യങ്ങളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നുള്ള കാര്യം, വീട്ടമ്മമാരുടെ പെൻഷന്റെ കാര്യം, അതുപോലെ വിവിധ ക്ഷേമ പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകി. ഇതൊരു പുതിയ രൂപത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചെന്ന് പ്രതിപക്ഷം പറയുന്നതിലൂടെ അടിസ്ഥാനമില്ല. ഏത് നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങൾക്കറിയാം പല രൂപത്തിലുള്ള വിമർശനങ്ങളുമായിട്ടാണ് എല്ലാ കാലത്തും പ്രതിപക്ഷം വരാറ്. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഇലക്ഷൻ സ്റ്റണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നത് വിഷമം കൊണ്ടാണെന്നും VN വാസവൻ പറഞ്ഞു. പ്രതിപക്ഷ വിമർശനത്തിന് അടിസ്ഥാനമില്ല. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണെന്നും അത്തരം ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് ചെയ്താലും കുറ്റം പറയുന്ന പ്രതിപക്ഷത്തോട് ഒന്നും പറയാനില്ലെന്നും മന്ത്രി VN വാസവൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 1000 കാര്യങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ അതിൽ ഓരോന്നോരോന്നായി ആദ്യഘട്ടം മുതൽ നടപ്പാണ്. അതിൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശം നമ്മുടെ സംസ്ഥാനം ഈ മഹാഭാരതത്തിൽ ആദ്യമായി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഏതാണ്ടത് ഇന്നലത്തെ കൊണ്ട് പൂർത്തിയായി. നാളെ ഇതിന്റെ പ്രഖ്യാപനം വരാനുണ്ട്. മറ്റിപ്പോൾ കൂട്ടിച്ചേർത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്ന് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതിൽ ചില കാര്യങ്ങൾ ഇനിയും നടപ്പാക്കാനുള്ളതും അതോടൊപ്പം തന്നെ പുതിയതായി ചില കാര്യങ്ങൾ കൂടി കാലോചിതമായി കൂട്ടിച്ചേർക്കേണ്ടതും ഉൾപ്പെടെയാണ്. ഇപ്പോൾ നെല്ലുവിലയുടെ പ്രശ്നമെടുത്താലും റബ്ബറിൻ്റെ 20 രൂപ വർദ്ധിച്ചൊക്കെ എടുത്താൽ കാലോചിതമായി ഈ കാലഘട്ടത്തിൽ മാറ്റം വരുത്തേണ്ട പ്രശ്നങ്ങളാണ്. മറ്റു കാര്യങ്ങളെല്ലാം ഈ രംഗത്ത് പ്രധാനമായും മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമത്തിലും അതോടൊപ്പം തന്നെ വേദനയിൽ നിന്നും അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നുമാണ് അവർ അത്തരത്തിലുള്ള പരാതി. സ്വാഭാവികമായും പ്രതിപക്ഷം അത് പറയും, അത് പറഞ്ഞോട്ടെ. പക്ഷേ ജനങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്, ഈ ഗവൺമെൻറ് പറയുന്നതെല്ലാം നടപ്പാക്കുന്നതൊക്കെ പറയുന്നു. അതുകൊണ്ട് ഗവൺമെൻറ്റിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ്. പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇതുവരെ ഒന്നും നടപ്പാക്കാതെ പോയിട്ടില്ല. സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഗവൺമെൻറ് കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. പാനൂർ നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്താൻ ഔദ്യോഗിക മിനിറ്റ്സ് തിരുത്തി ഓഫീസ് ക്ലർക്ക് വ്യാജരേഖയുണ്ടാക്കിയതായി പരാതി. നഗരസഭാ സെക്രട്ടറി KR മനോജ് കുമാറാണ് ക്ലർക്കായിരുന്ന EP അശോകനെതിരെ പരാതി നൽകിയത്. പരാതിയിൽ പാനൂർ പോലീസ് കേസെടുത്തു. പാനൂർ നഗരസഭാ ഓഫീസിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിതയായ ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്തുന്നതിനായി ഔദ്യോഗിക മിനിറ്റ്സ് തിരുത്തി വ്യാജരേഖ ഉണ്ടാക്കിയതിനെതിരെ നഗരസഭാ സെക്രട്ടറി KR മനോജ് കുമാർ പാനൂർ പോലീസിൽ പരാതി നൽകി. അന്ന് നഗരസഭാ ഓഫീസ് ക്ലർക്കായിരുന്ന EP അശോകൻ 2021 ജനുവരി 29 രാവിലെ 10:30 വൈകിട്ട് 5 മണിക്കിടയിലാണ് മിനിറ്റ്സ് തിരുത്തിയതെന്ന് പരാതിയിൽ പറയുന്നു. പാനൂർ പോലീസ് 471, 420 IPC വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഡിപ്പാർട്ട്മെന്റ് നടപടികളെടുക്കുന്നതിനാലാണ് പരാതി വൈകിയതെന്നും ഇപ്പോൾ മേലധികാരികളുടെ നിർദ്ദേശപ്രകാരമാണ് പരാതി നൽകിയതെന്നും സെക്രട്ടറി വ്യക്തമാക്കുന്നു. EP അശോകനെ നേരത്തെ പാനൂരിൽ നിന്നും ഇരിട്ടി നഗരസഭയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തലശ്ശേരിയിൽ തുടക്കം. 3 ദിവസങ്ങളിലായി തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായാണ് നടക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തലശ്ശേരി തുടക്കം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പഠിച്ച അറിവുകൾ മറന്നുകൊണ്ട് എപ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിറകെ പോകുന്ന അഭ്യസ്തരായിട്ടുള്ള മനുഷ്യരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു.
അത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുടെ നടുവിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത്. ലോകമെങ്ങും ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, പുതിയ അറിവുകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അതിനടിസ്ഥാനമാക്കി സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദൗർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ ചില ഭരണാധികാരികൾ മിത്തുകളും കഥകളും അല്ലെങ്കിൽ പുരാണങ്ങളും അങ്ങനെയെല്ലാമുള്ള പലതും അതെല്ലാം ശരിയാണ്, ശാസ്ത്രമാണ് എന്ന് സമർത്ഥിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തെല്ലാം ഇല്ലേ, മുഖത്ത് വിരൽ വെച്ച് പോകുന്ന പ്രയോഗങ്ങൾ, അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കുക? തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷബാന ഷാനവാസ് അധ്യക്ഷയായി. DO D ഷൈനി സ്വാഗതം പറഞ്ഞു. തലശ്ശേരി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സോമൻ, VHSCAD ER ഉദയകുമാരി, കണ്ണൂർ ഡയറ്റ് പ്രിൻസിപ്പാൾ A വിനോദ് കുമാർ, SSK DPC EC വിനോദ്, ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ R സരസ്വതി, റിയാസ് ചാത്തോത്ത്, വികാസ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ റവന്യൂ ജില്ലയിലെ 6000-ഓളം വിദ്യാർത്ഥികളാണ് 3 ദിവസങ്ങളായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ശാസ്ത്രമേള തലശ്ശേരി സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലും, ഗണിതശാസ്ത്ര IT മേള തലശ്ശേരി സേക്രട്ടേറിയറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും, സാമൂഹ്യശാസ്ത്രമേള തലശ്ശേരി BMP ഹയർ സെക്കൻഡറി സ്കൂളിലും, പ്രവൃത്തി പരിചയമേള മുബാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലും, സ്കിൽ ഫെസ്റ്റിവൽ ഗവൺമെൻറ് LP സ്കൂളിലുമാണ് നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ആശംസാ പ്രസംഗികരെ പങ്കെടുക്കേണ്ട കൗൺസിലർമാർ പങ്കെടുത്തില്ല. COT ഷബീർ, N മോഹനൻ, ഫൈസൽ പുനത്തിൽ, അഡ്വക്കേറ്റ് KM ശ്രീശൻ, K ലിജേഷ്, ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ AK വിനോദ് കുമാർ എന്നിവരാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്. സമാപന സമ്മേളനം 31 വൈകിട്ട് 4:30 ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. നഗരസഭാ വൈസ് ചെയർമാൻ MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത സമ്മാനങ്ങൾ വിതരണം ചെയ്യും. മാനുവൽ പരിഷ്കരണത്തിലൂടെ ശ്രദ്ധേയമായി തലശ്ശേരി BEMP ഹൈസ്കൂളിൽ നടക്കുന്ന ജില്ലാ സാമൂഹ്യശാസ്ത്രമേള. മത്സരങ്ങൾ പൂർണ്ണമായും തത്സമയമാക്കി എന്നതാണ് ഈ വർഷത്തെ മേളയുടെ പ്രധാന പ്രത്യേകത. 3 മണിക്കൂർ കൊണ്ട് മത്സര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രീതിയിലേക്ക് പരിഷ്കരിച്ചതോടെ മേളയ്ക്ക് സബ് ജില്ലാ തലത്തിലും ജില്ലാതലത്തിലും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്ര കൗതുകങ്ങൾ, ശാസ്ത്രീയ കൃഷി സംവിധാനം, കാലാവസ്ഥ, പ്രകൃതി ദുരന്തം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളാണ് കുട്ടികൾ മത്സരങ്ങൾക്കായി ഏറ്റെടുത്തത്. രണ്ടുപേരുള്ള ടീമായാണ് മത്സരം. പരാതികളില്ലാതെ മേള സംഘടിപ്പിക്കാൻ ജില്ലാ സാമൂഹ്യ ക്ലബിന് കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു. മാനുവൽ പരിഷ്കരണത്തിലൂടെ ഈ വർഷം മുതൽ സാമൂഹ്യശാസ്ത്രമേള തത്സമയ മത്സരങ്ങളായിട്ട് മാറുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം 3 മണിക്കൂറുകൾ കൊണ്ട് കുട്ടികൾ അവർക്ക് ഏതാണോ മത്സരം അത് പൂർത്തിയാക്കിയിരിക്കണം. അത് നിശ്ചല മാതൃകയായാലും പ്രവർത്തന മാതൃകയായാലും, അതേസമയം അറ്റ്ലസ് നിർമ്മാണം, പ്രാദേശിക ചരിത്രരചന, സെമിനാർ എല്ലാം. ഇപ്പം പൊതുവിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ കഴിവുകൾ കണ്ടറിഞ്ഞുകൊണ്ടും അവരെ എത്രത്തോളം പാഠപ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളുമായി വിഷയങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി ഓരോ കുട്ടിയും ഈ മേളയോട്, അതായത് സാമൂഹ്യശാസ്ത്രമേള
എല്ലാ അർത്ഥത്തിലും കുട്ടികൾ പൂർണ്ണമായി യോജിച്ചത്. നേരത്തെ ഉണ്ടതിനേക്കാളധികം അവരുടേതായ കഴിവുകൾ ഉപയോഗിച്ച് പഠിച്ചത് വ്യത്യസ്തമാക്കിയത് അവരുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഉണ്ടാക്കണം. ഓരോ മാതൃകകൾ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും അവരുടെ കഴിവുകൾ അവരെത്രത്തോളം പരിപോഷിപ്പിച്ചു എന്നുള്ളത്. അത് തന്നെയാണ് ഈ മേളയുടെ ഈ വർഷം മുതൽ ഈ പരിഷ്കരണത്തിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെ. ആ വിജയം തുടർന്നങ്ങോട്ട് നമ്മുടെ പൊതു സമൂഹം തന്നെ കണ്ടറിഞ്ഞുകൊണ്ട് ഭാവിയിൽ ശാസ്ത്ര കൗതുകമൊന്നും ഇവർ കണ്ടറിഞ്ഞുകൊണ്ട് ഉയരങ്ങളിലെത്തട്ടെ എന്നാണ് നമ്മുടെ ജില്ലാ സാമൂഹ്യശാസ്ത്ര പ്രത്യേകിച്ച് പറയാനുള്ളത്. അതിൽ കൂടെ തന്നെ എല്ലാ സബ് ജില്ലയിലെ ഭാരവാഹികളും വളരെ സജീവമായി അവർക്ക് പ്രത്യേക ഡ്യൂട്ടികൾ നിശ്ചയിച്ചുകൊണ്ട് ഓരോ മത്സരങ്ങളിലും പൂർണ്ണമായി ഉത്തരവാദപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തൊട്ടടുത്ത BEd കോളേജിലെ കുട്ടികളാണ് വോളണ്ടിയേഴ്സ് ആയിട്ട് SPC NCC എല്ലാവരും വളരെ സജീവമായി ഈ മേളയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പൂർണ്ണമായും മാധ്യമങ്ങളും എല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നു. ജില്ലാ സെക്രട്ടറി ബാബു ചേരൻ, ജോയിന്റ് സെക്രട്ടറി ഹരീഷ് കടവത്തൂർ, സബ് ജില്ലാ ഭാരവാഹികളായ സന്തോഷ് ഇല്ലോളിൽ, ഇ പ്രവീത്, ഉമേഷ് കോറോത്ത്, KM ദിലീഷ്, K ഫാറൂഖ്, KV രാഘവൻ, ലീനശ്രീ, രാകേഷ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. പാനൂർ നഗരസഭ വാർഡ് 17 ചെറുപുല്ലൂക്കര തെയ്യത്തറാൾ കളരിക്കണ്ടി റോഡ് നാടിന് സമർപ്പിച്ചു. പാനൂർ നഗരസഭ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു. പാനൂർ നഗരസഭ വാർഡ് 17 ചെറുപുല്ലുക്കര തേത്തറാൾ കളരിക്കണ്ടി റോഡ് ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഏത് മേഖലയിലെടുത്ത് നോക്കിയാലും സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിലായാലും ശരി, കുടിവെള്ളമായാലും ശരി, ആരോഗ്യ മേഖലയായാലും ശരി, വിദ്യാഭ്യാസ മേഖലയായാലും ശുചിത്വ മേഖലയായാലും എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെടുത്തുന്ന രീതിയിൽ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഈ വാർഡിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നഗരസഭ വെച്ച ഫണ്ടുകൾ ആ ഫണ്ടിന് പുറമെ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുടെ താൽപര്യങ്ങൾ, വികസന കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളും കാര്യങ്ങളും അതിനുതകുന്ന രീതിയിൽ അവരുടെയും കൂടി പങ്കാളിത്തത്തോടുകൂടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതാണ് നേരത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഈ വാർഡിന്റെ കൌൺസിലറുമായ ഉമേഷ പറഞ്ഞത്. പിന്തുണയോടുകൂടി ആണ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്നത്. അതാണ് ഒരു കൌൺസിലറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആത്മവിശ്വാസവും കരുത്തും. ഒരു നാടിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം നാട്ടുകാർ നിൽക്കുമ്പോഴാണ് ആ നാട് വികസിക്കുക. അതുകൊണ്ട് തന്നെയാണ് എല്ലാ മേഖലകളിലും ഈ വാർഡിന് ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഒട്ടേറെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസനങ്ങൾ എണ്ണിപ്പറയാൻ സാധിക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡ്. അതുപോലെ തന്നെയാണ് നഗരസഭയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് കൌൺസിലറുമായ ഉമേഷ തിരുവമ്പാടി അധ്യക്ഷയായി. ചടങ്ങിൽ കൌൺസിലർ അൻസാർ അണിയാരം, സൂഫിയ ബിയാട്ട്, CH യൂനുസ്, ഹാരിസ് തരിപ്പയിൽ, K പുരുഷു, ലത്തീഫ് തരിപ്പയിൽ, മജീദ് തുറങ്ങാൾ, ശ്രീനിവാസൻ, ഫാറൂഖ് പാലോറത്ത്, സമദ ബിയാട്ട്, സജീവൻ, മുഹമ്മദ് തിരുവമ്പാടി, ആസിഫ് കൗമൽ എന്നിവർ സംസാരിച്ചു. ചെയർമാനെ സമീർ തരിപ്പയിൽ താലണിയിച്ച് ആദരിച്ചു. ഉമേഷ തിരുവമ്പാടിയെ പ്രദേശവാസികൾ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. സൗജത്ത്, ഹസ്ന, സക്കീന, റംല, ലീല, ഷീബ, ഉഷ, ശ്രീജ എന്നിവരും ഉപഹാരം നൽകി. നഗരസഭയുടെ 7 ലക്ഷം രൂപയും 35,000 രൂപ ജനകീയ ഫണ്ട് ചെലവഴിച്ചാണ് ടാറിംഗ് പൂർത്തിയാക്കിയത്. നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക തീർക്കുമെന്ന് പ്രഖ്യാപിച്ച LDF സർക്കാരിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU തലശ്ശേരിയിൽ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി. VP വിജേഷ്, പനോളി സുരേഷ് ബാബു, M രാജൻ എന്നിവർ സംസാരിച്ചു. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലത്തെ ക്യാബിനറ്റ് യോഗത്തിന്റെ തീരുമാനം അറിയിച്ചപ്പോഴാണ്
കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ വിഭാഗമായിട്ടുള്ള നിർമ്മാണ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നിർമ്മാണ തൊഴിലാളികളുടെ 4.25 ലക്ഷത്തോളം വരുന്ന പെൻഷൻ തൊഴിലാളികളുടെ 16 മാസക്കാലത്തെ കുടിശ്ശികയ്ക്ക് ആവശ്യമായിട്ടുള്ള 900 കോടി രൂപയാണ് വായ്പയിലൂടെ ക്ഷേമനിധി ബോർഡിന് സമാഹരിച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായ് വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. മലയാള കലാഗ്രാമത്തിലെ നിലവിലുള്ള കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഭരതനാട്യം, കുച്ചിപ്പുടി, സംഗീതം, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലാണ് പരിശീലനം. വിദഗ്ധ അധ്യാപകർ, വിസിറ്റിംഗ് ഫാക്കൽറ്റി സേവനങ്ങൾ. ബന്ധപ്പെടേണ്ട നമ്പർ 049023329161, 7907361149, 9447646125. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകൾ തുടരുന്നു. IV ദാസിന്റെ സ്മരണ പുതുക്കി ജന്മനാട്. മൊകേരി പാത്തിപ്പാലത്തെ സ്മൃതി മണ്ഡപത്തിൽ CPMന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല പ്രവർത്തകനും CPMന്റെ സമുന്നത നേതാവുമായിരുന്ന പാനൂർ മൊകേരിയിലെ IV ദാസിന്റെ സ്മരണ പുതുക്കി ജന്മനാട്. IV ദാസിന്റെ 15ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രകടനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CPM മൊകേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. മൊകേരി പാത്തിപ്പാലത്തെ സ്മൃതി മണ്ഡപത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. പാത്തിപ്പാലത്ത് നിന്നും അനുസ്മരണ പ്രകടനമായെത്തിയാണ് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജന്റെ നേതൃത്വത്തിലാണ് നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തിയത്. KK പവിത്ര മാസ്റ്റർ പതാക ഉയർത്തി. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ P ജയരാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം, ആ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് സഖാവ് IV പ്രവർത്തിച്ചിരുന്നത്. ആ നവോത്ഥാനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, അതിന്റെ ഭാഗമായി വർഗ പ്രസ്ഥാനങ്ങളൊക്കെ വന്നത്. ആ വർഗ പ്രസ്ഥാനങ്ങളും പിന്നീട് വർഗ രാഷ്ട്രീയം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. ആ വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാടെമ്പാടും സഞ്ചരിക്കാൻ സഖാവ് IV തയ്യാറായി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ ഒരു വലിയ ജനകീയ ശക്തിയാക്കി മാറ്റുന്നതിന് നേതൃത്വം കൊടുത്തത് സഖാവ് IV ആണ്. അധ്യാപക പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം കേരളത്തിലെമ്പാടും സഞ്ചരിച്ച കാര്യവും ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെ സമ്പന്നമായിട്ടുള്ള ഒരു പൊതുജീവിതത്തിന്റെ ഉടമയായിരുന്നു സഖാവ് IV. അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ കേരളം ഇന്ന് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് കൂടി നാം ഓർക്കേണ്ടത്, കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ സംസ്ഥാനത്തുടനീളം ശക്തിപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നേതാവായിരുന്നു IV ദാസ് എന്ന് P ജയരാജൻ പറഞ്ഞു. സാഹിത്യരംഗത്തും സാംസ്കാരിക രംഗത്തും ഒട്ടനവധി സംഭാവനകൾ അദ്ദേഹം നൽകി. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ചുമതല പൂർണ്ണമായും വഹിച്ചാണ് IV നമ്മെ വിട്ടുപിരിഞ്ഞതെന്നും P ജയരാജൻ അനുസ്മരിച്ചു. CPM മൊകേരി ലോക്കൽ സെക്രട്ടറി TP രാജൻ അധ്യക്ഷനായി. A പ്രദീപൻ സ്വാഗതം പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള, ദിനേശൻ മൊകേരി തുടങ്ങിയവർ സംസാരിച്ചു. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ അനുസ്മരണ ചടങ്ങിൽ പങ്കാളികളായി. കമ്മ്യൂണിസ്റ്റ് നേതാവും കലാസാംസ്കാരിക നായകനുമായ IV ദാസിന്റെ 15ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി കൂരാറയിൽ കനലോർമ്മകൾ എന്ന പരിപാടി സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് നേതാവും ഗ്രന്ഥശാല പ്രവർത്തകനും കലാസാംസ്കാരിക നായകനുമായ IV ദാസിന്റെ 15ാമത് ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി കൂരാറയിൽ കനലോർമ്മകൾ പരിപാടി സംഘടിപ്പിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഗമയും കാണിക്കാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, ആ കാലത്ത് നെയ്ത്തു തൊഴിലാളികൾ, ആ കാലത്ത് മൃഗ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ അടക്കമുള്ള പൊതുപ്രവർത്തകന്മാർ ഒരു ഗമയുമില്ലാതെ, ഒരു അഹങ്കാരവുമില്ലാതെ മനുഷ്യരുടെ കൂടെ, ജനങ്ങളുടെ കൂടെ അവർക്കൊപ്പം എല്ലാറ്റിനും എത്തിച്ചേർന്നു. ആശുപത്രികളിൽ എത്തിക്കാനുള്ള ആദ്യത്തെ ശബ്ദം കേൾക്കുന്നത്, മുറവിളികൾ കേൾക്കുന്നത്, ആദ്യത്തെ ചിരിയൊച്ച മുഴങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ചെവികളിലായിരുന്നു. അയൽപ്പക്കത്ത് ഒരു വിളിയുണ്ട്, അയൽപ്പക്കത്ത് ഒരു സഹായമഭ്യർത്ഥനയുണ്ട്, അവിടെയൊരു വിഷമമനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ആ നിലവിളിയുടെ ശബ്ദം ആദ്യം ചെന്നലയ്ക്കുന്ന കാതുകൾ, ആ കാതുകൾ കൂർപ്പിച്ചു വെച്ചത്
കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവർ അടച്ചുവെച്ച കാതുകൾ കമ്മ്യൂണിസ്റ്റുകാർ തുറന്നു വെച്ചപ്പോൾ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെട്ടു. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളിൽ ജീവിച്ചത്. അത് എത്ര അടിച്ചമർത്തിയിട്ടും തകരാത്ത ഒരു ശക്തിയായി മുന്നോട്ട് പോകുന്നത്. പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സഹയാത്രികരുമായ എ.പി. ബാലൻ, സി.കെ. ശശിധരൻ, വി.കെ. പ്രഭാകരൻ, തണ്ടിയൻ നാണു, വിജയൻ കോമത്ത്, വി.പി. പുരുഷു, കെ.വി. കുമാരൻ, എം.ഇ. ജയരാജൻ, രക്തസാക്ഷി കുടുംബാംഗങ്ങളായ ബിനോയ്, ശ്രീജ, മുകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി. വത്സൻ, ലോക്കൽ സെക്രട്ടറി പി. ദിനേശൻ എന്നിവർ സംസാരിച്ചു. CPM പാഞ്ഞൂർ ഏരിയ കമ്മിറ്റി അംഗം പി. സരോജിനി അധ്യക്ഷയായി. ലോക്കൽ കമ്മിറ്റി അംഗം സി. രവി സ്വാഗതം പറഞ്ഞു. മുകേരിയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗപൂർണമായി പ്രവർത്തിച്ച ആദ്യകാല നേതാക്കളെയും പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ഇവർ അനുഭവങ്ങളും പങ്കുവച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. തലശ്ശേരി സൗത്ത് ഉപജില്ല അറബിക് സാഹിത്യോത്സവത്തിൽ 3ാം തവണയും ഓവറോൾ ചാമ്പ്യന്മാരായി പുന്നോൽ മാപ്പിള LP സ്കൂൾ. 9 ഇനങ്ങളിലായി 26 വിദ്യാലയങ്ങൾ മാറ്റുരച്ചപ്പോൾ 45-ൽ 45 പോയിന്റ് നേടിയാണ് വിദ്യാലയം 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. തലശ്ശേരി സൗത്ത് ഉപജില്ല അറബിക് സാഹിത്യോത്സവത്തിൽ 9 ഇനങ്ങളിലായി 26 വിദ്യാലയങ്ങൾ മാറ്റുരച്ചപ്പോൾ 45-ൽ 45 പോയിന്റ് നേടിയാണ് പുന്നോൽ മാപ്പിള LP സ്കൂൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഒരിനത്തിൽ 1ാം സ്ഥാനവും 4 ഇനങ്ങളിൽ 2ാം സ്ഥാനവും മറ്റിനങ്ങളിൽ A ഗ്രേഡ് നേടിക്കൊണ്ടാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. തലശ്ശേരി സൗത്ത് ഉപജില്ല അറബിക് കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു വർഷമായി നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം ഇരട്ടി മധുരമാണ്. സ്ഥാനങ്ങളോടുകൂടിയുള്ള വിജയമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 2006 മുതൽ ഞങ്ങൾ ഈ പീരീഡ് ഇങ്ങനെ നിലനിർത്തി പോവുകയാണ്. ഫസ്റ്റ് സെക്കൻഡ് എന്ന നിലയിൽ എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇരട്ടി മധുരം തന്നെയാണ്. കാരണം നമ്മൾ 2006 മുതൽ ഈ ഒരു അറബി കലോത്സവത്തിൽ എപ്പോഴും നേട്ടങ്ങൾ കൊയ്യാറുണ്ട്. പക്ഷേ തുടർച്ചയായി 3 വർഷങ്ങളായി നമുക്ക് 1ാം സ്ഥാനം നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ വർഷം നമുക്ക് ഒരുപാട് സ്ഥാനങ്ങൾ 1ാം സ്ഥാനം അതുപോലെ 2ാം സ്ഥാനമൊക്കെ കിട്ടി നിരവധി സമ്മാനങ്ങൾ നമ്മുടെ മക്കൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. നേട്ടത്തിൽ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വിളംബര ഘോഷയാത്രയും വിദ്യാലയത്തിന് മുന്നിൽ നടത്തി. അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെയുള്ളവർ ഘോഷയാത്രയിൽ പങ്കാളികളായി. സ്കൂൾ മാനേജ്മെന്റും ഘോഷയാത്രയിൽ പങ്കെടുത്തു. ചെറുവാഞ്ചേരി പാട്യം ഗോപാലൻ ഹയർ സെക്കൻഡറി സ്കൂളിന് RIDF പദ്ധതി പ്രകാരം നിർമ്മിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 31 വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി. ശിവൻകുട്ടി നിർവഹിക്കും. KP മോഹൻ MLA അധ്യക്ഷനാകും. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിമനോഹരമായിട്ടുള്ള ഒരു കെട്ടിടം ചെറുവാഞ്ചേരി പാട്യം ഗോപാലൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അങ്കണത്തിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ മഹത്തായ ഉദ്ഘാടനം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പെരിങ്ങളം കൂത്തുപറമ്പ് നിയോജക മണ്ഡലം MLA KP മോഹന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയാണ്. ഷാഫി പറമ്പിൽ MP വിശിഷ്ട അതിഥിയായി മുഖ്യാതിഥിയായി ആയോഗത്തെ അഭിസംബോധന ചെയ്യും. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്
കെ രത്നകുമാരി, ശ്രീമതി ആർ ഷീല, ശ്രീമതി UP ശിവ, ശ്രീമതി ഷിനിജ, ഉഷ രായദൂത്ത് തുടങ്ങിയ ജനപ്രതിനിധികളും ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ചെറുവാഞ്ചേരി പാട്യഗോപാലൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ RIDF പദ്ധതി പ്രകാരം നിർമ്മിച്ച ഹയർ സെക്കൻഡറി ബ്ലോക്കിന്റെ ഉദ്ഘാടനം 31 വൈകിട്ട് 3 നടക്കും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടന സമിതി ഭാരവാഹികൾ കൂത്തുപറമ്പിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ പരിപാടിയിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വകാല അധ്യാപകന്മാർ ഒക്കെ പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പ്രകാരം എല്ലാ അധ്യാപകന്മാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും 82 മുതൽ മുന്നോട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ഈ കാര്യങ്ങൾ ഈ ഉദ്ഘാടനത്തിന്റെ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിൽ പങ്കെടുത്തേരാൻ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. KP മോഹനൻ MLA ചടങ്ങിൽ അധ്യക്ഷനാകും. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R ഷീല, ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ UP ശോഭ, പാട്യം പഞ്ചായത്ത് പ്രസിഡന്റ് NV ഷിനിജ, ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷ രരോത്ത് തുടങ്ങിയവർ പങ്കെടുക്കും. 99.99 ലക്ഷം രൂപ ചെലവഴിച്ച് ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ 2 നിലകളിലായി 4 ക്ലാസ് റൂമുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓഫീസ് റൂം, സ്റ്റാഫ് റൂം എന്നിവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ PTA പ്രസിഡന്റ് KK സമീർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ K സുബേർ, സംഘാടക സമിതി വൈസ് ചെയർമാൻ പന്നിയോടൻ ചന്ദ്രൻ, SMC ചെയർമാൻ K സുരേഷ് കുമാർ, പ്രിൻസിപ്പാൾ പ്രകാശൻ കർത്ത എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. പൊന്ന്യം ചുണ്ടങ്ങാപ്പൊയിൽ രണധാര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ IV ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു.
നാരായണൻ കാവുമ്പായി അനുസ്മരണ പ്രഭാഷണം നടത്തി. ചുണ്ടങ്ങാപ്പോയിൽ രണ്ണധാര സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ IV ദാസിനെ അനുസ്മരിച്ചു. നാരായണൻ കാവുമ്പായി അനുസ്മരണ പ്രഭാഷണം നടത്തി. പൊന്നൻചന്ദ്രൻ അധ്യക്ഷനായി. K. ജലജ, VP രജിലേഷ് തുടങ്ങിയവർ സംസാരിച്ചു. അതൊന്ന്, ജാത്യാന്തതയിൽ നിന്ന്, തൊട്ടുകൂടായ്മയിൽ നിന്ന്, തീണ്ടിക്കൂടായ്മയിൽ നിന്ന് സാധാരണ മനുഷ്യരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നവോത്ഥാനത്തിന്റെ കാലമാണ്. മറ്റൊന്ന്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാനുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമരോജ്വലമായ ഒരു ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടം ഈ ദേശീയ പ്രസ്ഥാനത്തിന്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും വെളിച്ചം, തീപ്പന്തം ഏറ്റുവാങ്ങി കേരളത്തെ കൂടുതൽ ആധുനീകരിക്കാൻ വേണ്ടി കേരളത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെ അതിന് നായകനെന്ന നിലയ്ക്ക് നയിച്ചിരുന്ന കർഷക സംഘത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും വായനശാല പ്രസ്ഥാനത്തിന്റെയും ഒക്കെ പ്രവർത്തനമാണ്. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ തലശ്ശേരി സിഗ്നലേഴ്സ് കുടുംബസംഗമവും വിനോദയാത്രയും നടത്തി. പറശ്ശിനിക്കടവിൽ ബോട്ട് യാത്രയും നടത്തി. വിമുക്ത ഭടന്മാരുടെ കൂട്ടായ്മയായ തലശ്ശേരി സിഗ്നലേഴ്സ് കുടുംബസംഗമവും വിനോദയാത്രയും സംഘടിപ്പിച്ചു. പറശ്ശിനിക്കടവിൽ ബോട്ട് യാത്രയും നടത്തി. സിഗ്നലേഴ്സ് രക്ഷാധികാരി സുരേന്ദ്രനാഥൻ ബാബു യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനങ്ങൾ കൈമാറി. സിഗ്നലേഴ്സ് സെക്രട്ടറി AK രാമകൃഷ്ണൻ, M. കരുണൻ, M. ശശീന്ദ്രൻ, CA ജയരാജൻ, P. വിശ്വജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തലശ്ശേരിക്കാരുടെ ഉച്ചഭക്ഷണത്തിന് സ്വാദൂറും രുചി സമ്മാനിച്ച ഹോട്ടൽ പ്രസാദം ഒരിടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ വീണ്ടും തുറന്നു പ്രവർത്തിക്കും. തലശ്ശേരി മേലൂട്ട് മടപ്പുര ഫ്ലൈ ഓവറിന് സമീപമാണ് ഹോട്ടൽ പ്രസാദം ആരംഭിക്കുന്നത്. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണ് ഹോട്ടലിന്റെ പ്രവർത്തന സമയം. തലശ്ശേരിയിൽ ഹോട്ടൽ പ്രസാദം പ്രവർത്തനം ആരംഭിക്കുന്നു. തലശ്ശേരി മേലൂട്ട് മടപ്പുര ഫ്ലൈ ഓവറിന് സമീപത്താണ് ഹോട്ടൽ പ്രസാദം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നത്. നവംബർ 3 തിങ്കളാഴ്ച മുതലാണ് പ്രവർത്തനം ആരംഭിക്കുക. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയാണ് ഹോട്ടലിന്റെ പ്രവർത്തന സമയമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. LDF പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ. ഇലക്ഷൻ സ്റ്റണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നത് വിഷമം കൊണ്ടാണെന്നും മന്ത്രി. പാനൂർ നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാരിയെ സ്ഥിരപ്പെടുത്താൻ ഔദ്യോഗിക മിനിറ്റ്സ് തിരുത്തിയതായി പരാതി. നഗരസഭാ സെക്രട്ടറി KR മനോജ് കുമാറാണ് ക്ലർക്കായിരുന്ന EP അശോകനെതിരെ പരാതി നൽകിയത്. കണ്ണൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തലശ്ശേരിയിൽ തുടക്കം. 3 ദിവസങ്ങളിലായി തലശ്ശേരിയിലെ വിവിധ സ്കൂളുകളിലായാണ് നടക്കുന്നത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.